എൻ്റെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു. നല്ല തവണയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ സർക്കാർ അത് വീട് പൂർത്തിയാക്കി തന്നു. പക്ഷേ സന്തോഷത്തിൻ്റെ കൂടി സങ്കടമാണ് വരുന്നത്. അവിടെ ആ മരണം നമ്മളെ വന്നു ചേർന്നതില്ലേ. സർക്കാരും മന്ത്രിമാരുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബിന്ദുവിന്റെ വീടിന്റെ നവീകരണം പൂർത്തീകരിക്കുന്നു. 12.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടിന്റെ അടുക്കള ഭാഗം, അതായത് മുൻപുണ്ടായിരുന്ന അടുക്കള ഭാഗം പൊളിച്ച് അവിടെ ഒരു മുറിയാക്കുകയും പഴയ മുൻപുണ്ടായിരുന്ന ഒരു മുറി മാറ്റി അതിപ്പോൾ അടുക്കളയാക്കി ഒരു വർക്ക് ഏരിയ കൂടി പുതുതായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ജൂലൈ 3-നാണ് മെഡിക്കൽ കോളേജ് അപകടമുണ്ടാവുന്നതും ബിന്ദു മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് സർക്കാർ മകനൊരു ജോലിയും ഒപ്പം തന്നെ ഈ വീടിന്റെ നവീകരണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് വീടിന്റെ നവീകരണം മൊത്തം പൂർത്തിയാക്കിയിരിക്കുന്നത്. സർക്കാർ പറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു നവീകരണമൊക്കെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. തോന്നുന്നു നല്ല തവണയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ സർക്കാർ അത് വീട് പൂർത്തിയാക്കി തന്നു. മകനെ പറഞ്ഞതുപോലെ തന്നെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ജോലിയും തരും. ബാക്കിയുള്ള കാര്യങ്ങൾ തന്നല്ലോ, കൊച്ചിൻ്റെ ഓപ്പറേഷനൊക്കെ തന്നല്ലോ. ബാക്കിയുള്ള അതൊക്കെ ചെയ്തു തന്നു. എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തെന്ന് പറയാമെന്ന്. അതെ, പൂർണ്ണമായിട്ട്. ബിന്ദു ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നില്ലേ ഈ ഒരു വീട് ഇതാക്കി എടുക്കാന്നുള്ളത്? ചേച്ചിയുടെ ആഗ്രഹം, എൻ്റെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ സന്തോഷത്തിൻ്റെ കൂടി സങ്കടമാണ് വരുന്നത്. ഒരു സന്തോഷം വരുമ്പോൾ ഒരു സങ്കടം, അവിടെ ആ മരണം നമ്മളെ വന്നു ചേർന്നതില്ലേ. അങ്ങനെ കാര്യങ്ങളാണ്. നവീകരിച്ചു കഴിയുമ്പോൾ അത് കാണാൻ ചേച്ചിയില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ സർക്കാർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ല ആ പരിമിതിക്കുള്ളത് തന്നെ. ആ കോൺട്രാക്ടർ ആ ഒരു മാസത്തിനകത്ത് വീട് ഉള്ള പരിമിതിക്കകത്ത് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് താക്കോല് വാങ്ങുകയാണ്. സാറ് കൊണ്ടുവരുമോ താക്കോല്? എന്തായാലും അത് തന്നെയാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇന്ന് വൈകുന്നേരം 6:30 ഈ വീടിന്റെ താക്കോല് ശ്രുതൻ ചേട്ടന് കൈമാറുന്നത്. ഇതൊരു മുറിയാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് മറ്റൊരു മുറി, ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് മുറിയാണ്. മുൻപ് ഇവിടെയായിരുന്നു അടുക്കള ഉണ്ടായിരുന്നത്. ഈ മുറി നിൽക്കുന്ന ഭാഗത്തായിരുന്നു അടുക്കള ഉണ്ടായിരുന്നത്. അത് പൊളിച്ചാണ് ഇപ്പോൾ ഒരു മുറി, ബാത്ത് അറ്റാച്ച്ഡ് മുറിയാക്കി എടുത്തത്. അപ്പോൾ അടുക്കള, അവിടെ ഉണ്ടായിരുന്ന അടുക്കള മുൻപ് ഇവിടെ ഒരു മുറിയായിരുന്നു. ഈ മുറിയുടെ ഭാഗത്തേക്ക് അടുക്കളയാക്കുകയും അതിന് പുറത്തേക്കായിട്ടൊരു പുതിയ വർക്ക് ഏരിയ ഉണ്ടാക്കുകയും നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീടെല്ലാം പുതിയ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്നുള്ളതാണ്. 12.5 ലക്ഷം രൂപയാണ് ഇതിന്റെ നവീകരണത്തിനായുള്ള ചെലവായിട്ട് വന്നത്. നാഷണൽ സർവീസ് സ്കീമിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 12 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ചാണ്ടി ഉമ്മൻ MLA പ്രഖ്യാപിച്ചിരുന്ന 5 ലക്ഷം രൂപ, ആ 5 ലക്ഷം രൂപ കൃത്യമായി തന്നെ കൈമാറി സാറ് തന്നിട്ടുണ്ട്. കൊച്ചിൻ്റെ പേർക്ക് അയക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ്റെ ഇടപെടിയിൽ ആദ്യം വന്നത് പൈസ അപ്പോഴേ തരികയും ചെയ്ത്, പിന്നെ അന്നേരം വന്നല്ലോ സർക്കാർ ഇടപെട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പൈസ കിട്ടിയിട്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ. ചാണ്ടി ഉമ്മനെ നമുക്ക് ഇതിനകത്ത് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് തന്നതാണ് 5 ലക്ഷം രൂപ. ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് ചോദിച്ചത്. അവിടെ ഞാൻ കരഞ്ഞ് കലങ്ങി കണ്ണുമായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞ് നവീകരണത്തിന് 5 ലക്ഷം രൂപ മതി. സാർ അപ്പോഴേ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരികയായിരുന്നു. അത് തന്നു. അതുതന്നെയാണ്. ആദ്യം 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറുകയും ചെയ്യുന്നു. പിന്നീടാണ് സർക്കാർ ഇതിന്റെ നവീകരണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. നവീകരിച്ച് സർക്കാർ ഇപ്പോൾ ആ വീടിന്റെ താക്കോൽ ദാനം ഇത് സുരൻ ചേട്ടന്റെ കൈകളിലേക്ക് മാറും. ഇന്ന് വൈകുന്നേരമാണ് അതിന്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉള്ളത്.